ഓം ശാന്തി. 21/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ ഓരോ കൽപ്പത്തിലും വന്ന് നിങ്ങൾ കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുന്നു. നിങ്ങളും എല്ലാവർക്കും ബാബയുടെ യഥാർത്ഥ പരിചയം നൽകണം. ഒരാളെ ഓർമ്മിക്കുന്നതിന് അവരുടെ ശരിയായ പരിചയം ഉണ്ടായിരിക്കുക ആവശ്യമാണ്. ബാബയെ ഓർമ്മിച്ചാൽ മാത്രമേ നമ്മളുടെ പാപം നശിക്കുകയുള്ളൂ. എന്നാൽ ബാബയെ ഓർമ്മിക്കുന്നതിന് ബാബയുടെ ശരിയായ പരിചയം അത്യാവശ്യമാണ്. ആ ശരിയായ പരിചയം എല്ലാ കൽപ്പത്തിലും ബാബ സ്വയം വന്ന് തൻ്റെ കുട്ടികൾക്ക് നൽകുന്നു. നമ്മൾ കുട്ടികളുടെ ഉത്തരവാദിത്വമാണ് ആ യഥാർത്ഥ പരിചയം, ശരിയായ പരിചയം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക എന്നത്. ചോദ്യം: കുട്ടികളുടെ ഏത് ചോദ്യം കേട്ട് ബാബയ്ക്കും അത്ഭുതം തോന്നുന്നു? ഉത്തരം: കുട്ടികൾ പറയുന്നു, ബാബ, അങ്ങയുടെ പരിചയം നൽകുക വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അങ്ങയുടെ പരിചയം എങ്ങനെ കൊടുക്കും? ഈ ചോദ്യം കേട്ട് ബാബയ്ക്കും അത്ഭുതം തോന്നുന്നു. ബാബ നിങ്ങൾക്ക് തൻ്റെ പരിചയം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതിൽ ബുദ്ധിമുട്ടിൻ്റെ ഒരു കാര്യവുമില്ല. ഇത് വളരെ സഹജമാണ്. നമ്മളെല്ലാ ആത്മാക്കളും നിരാകാരരാണ്. അപ്പോൾ തീർച്ചയായും ബാബയും നിരാകാരനായിരിക്കും. ചില സമയം കുട്ടികൾക്ക് പുതിയൊരു കാര്യം ലോകത്തിനു മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതിന്, ലോകർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇവിടെ ബാബ പറയുകയാണ്, ബാബയുടെ പരിചയം കൊടുക്കുന്നതിൽ ഒരിക്കലും കുട്ടികൾ ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം ബാബ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. അങ്ങനെയുള്ള അച്ഛൻ്റെ പരിചയം എല്ലാവർക്കും ലഭിക്കേണ്ടത് തന്നെയാണ്. അവർക്ക് ആ പരിചയം ലഭിക്കേണ്ടത് നമ്മൾ അറിവുള്ളവരിൽ നിന്നാണ്. നമ്മൾക്ക് അറിവുണ്ടായത് ബാബ സ്വയം വന്ന് തൻ്റെ പരിചയം തരുമ്പോഴാണ്. തീർച്ചയായും ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും നാം കൊടുക്കണം. ഇതിലൊരിക്കലും ബുദ്ധിമുട്ട് തോന്നരുത്. ഇത് വളരെ വളരെ സഹജമാണ്. ആദ്യം സ്വയം തൻ്റെ പരിചയം കൊടുക്കണം. നമ്മൾ ആത്മാക്കൾ നിരാകാരരാണ്, അവിനാശിയാണ് എന്ന്. എപ്പോഴാണോ സ്വയം ആത്മാവ് നിരാകാരനാണ്, അവിനാശിയാണ് എന്ന് തിരിച്ചറിയുന്നത്, അപ്പോൾ ബാബയെ തിരിച്ചറിയുന്നത് സഹജമായി തീരുന്നു. നമ്മൾ ആത്മാക്കൾ നിരാകാരനാണ് എങ്കിൽ ബാബയും നിരാകാരനായിരിക്കും. ഇത് മനസ്സിലാക്കുന്നതിനും ബുദ്ധിമുട്ടില്ല, മനസ്സിലാക്കി കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഞാൻ ആത്മാവ് അകാല സിംഹാസനധാരിയാണ്. ഈ സ്മൃതിയിലിരിക്കണം. പരിധിയിൽ നിന്നും പരിധിയില്ലാത്തതിൽ നിന്നും ഉപരി പോകണം. ഇതിനാൽ പരിധിയുള്ളതിൽ ബുദ്ധി പെട്ടുപോകരുത്. 2. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഈ ലഹരിയിൽ ഇരിക്കണം. കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ ഗതി അറിഞ്ഞ് വികർമ്മങ്ങളിൽ നിന്ന് മോചിതരാകണം. പഠിത്തത്തിൻ്റെ സമയത്ത് ജോലി തിരക്കുകളിൽ നിന്നും ബുദ്ധി മാറ്റിയെടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ആരാണ് എന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. എല്ലായ്പ്പോഴും ഇത് റിവൈസ് ചെയ്യണം. ഈ സ്ഥിതി പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ആത്മാവ് അകാല സിംഹാസനധാരിയാണ്. എപ്പോഴാണോ ഈ സ്മൃതിയിലിരിക്കുന്നത്, അപ്പോൾ പരിധി ഉള്ളതിൽ നിന്നും പരിധി ഇല്ലാത്തതിൽ നിന്നും ഉപരി പോകാൻ സാധിക്കും. പരിധി ഉള്ളത് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൗകിക ബന്ധുമിത്രാദികളെയാണ്. അവരിൽ നിന്നും ഉപരി പോണം. അതുപോലെ തന്നെ പരിധിയില്ലാത്തതിൽ നിന്നും ഉപരി പോണം. പരിധിയില്ലാത്ത ബന്ധുമിത്രാദികൾ എന്നാൽ നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണ്. വിശ്വ കുടുംബത്തിലെ സഹോദരീ സഹോദരങ്ങൾ. അവരിലും നമ്മളുടെ ബുദ്ധി പെട്ടുപോകരുത്.
ഇതിൽ നിന്നും ഉപരി പോകണം. അതിനാൽ ആത്മാവിൻ്റെ സ്മൃതി തുടർച്ചയായിരിക്കണം. അതുപോലെ പരിധിയുള്ള കാര്യങ്ങളിൽ ബുദ്ധി പെട്ടുപോകരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്താണ് ലഭിക്കുന്നത്. അതെല്ലായ്പ്പോഴും ഓർക്കുന്നതിലൂടെ ലഹരിയിലിരിക്കാൻ സാധിക്കും. കർമ്മത്തിന്റെ ഗഹനഗതിയെ അറിഞ്ഞ് വികർമ്മങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. നമ്മളിൽ നിന്ന് വികർമ്മം സംഭവിച്ചാൽ നമ്മൾ ജ്ഞാനി ആത്മാക്കളായതിനാൽ അതിന് 1 മടങ്ങോ 10 മടങ്ങോ അല്ല, 100 മടങ്ങാണ് ശിക്ഷ വരിക. അതിനാൽ വികർമ്മങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിക്കണം. പഠിത്തം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി അവിടെയും എവിടെയും അലയാതിരിക്കുന്നതിന് വളരെ വളരെ ശ്രദ്ധിക്കണം. ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, ലോക പഠിത്തമാകട്ടെ, അവയിലൊന്നും ബുദ്ധി പോകരുത്. വരദാനം: ശ്രീമത്തിന്റെ കടിഞ്ഞാൺ ടൈറ്റ് ചെയ്ത് മനസ്സിനെ വശത്താക്കുന്ന ബാലകനിൽ നിന്നും അധികാരിയായി ഭവിക്കട്ടെ. ലോകത്തിലുള്ളവർ പറയുന്നു, മനസ്സ് കുതിരയെപ്പോലെയാണ്, വളരെ വേഗതയിൽ പായുന്നു എന്ന്. എന്നാൽ താങ്കളുടെ മനസ്സ് അവിടെയും ഇവിടെയും പായുക സാധ്യമല്ല. കാരണം ശ്രീമത്തിന്റെ കടിഞ്ഞാൺ ശക്തമാണ്. എപ്പോഴാണോ മനസ്സും ബുദ്ധിയും വഴിയോര കാഴ്ചകളിൽ ശ്രദ്ധ കൊടുക്കുന്നത്, അപ്പോൾ കടിഞ്ഞാൺ ലൂസാകുന്നത് കാരണം മനസ്സ് ചഞ്ചലമാകുന്നു. ഇതിനാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ട്, മനസ്സ് ചഞ്ചലമാകുന്നുവെങ്കിൽ ശ്രീമത്തിന്റെ കടിഞ്ഞാൺ ടൈറ്റ് ചെയ്യൂ. അപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ബാലകനുമാണ്, അധികാരിയുമാണ്. ഈ സ്മൃതിയിലൂടെ അധികാരിയായി മനസ്സിനെ തന്റെ വശത്താക്കി വയ്ക്കൂ. നമ്മൾ ബാബയുടെ കുട്ടികളുടെ മനസ്സ് കുതിരയെപ്പോലെ അവിടെയും ഇവിടെയും വേഗതയിൽ പായുന്നതല്ല. പകരം ശ്രീമത്താകുന്ന കടിഞ്ഞാൺ ഉള്ളത് കാരണം വളരെ മര്യാദപൂർവം മുന്നോട്ട് നീങ്ങുന്നതാണ്. എന്നാൽ എപ്പോഴാണോ ലോകത്തിന്റെ തിളക്കങ്ങളിലും ആർഭാടത്തിലും വഴിയോര കാഴ്ചകളിലും ശ്രദ്ധ പോകുന്നത്, അപ്പോൾ കടിഞ്ഞാൺ ഒരൽപ്പം ലൂസാകുന്നു. അപ്പോൾ മനസ്സ് ചഞ്ചലവുമാകുന്നു. ഇപ്രകാരം എന്തെങ്കിലും കാര്യം വന്നാൽ, മനസ്സ് ചഞ്ചലമായാൽ ഉടനെ ശ്രീമതമാകുന്ന കടിഞ്ഞാൺ ടൈറ്റ് ചെയ്താൽ നമ്മളുടെ മനസ്സ് ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. ഞാൻ ബാലകനുമാണ്, എന്നാൽ അധികാരിയുമാണ്. ഈ സ്മൃതിയിലൂടെ അധികാരിയായി മനസ്സിനെ വശത്താക്കി വയ്ക്കാം. സ്ലോഗൻ: സദാ നിശ്ചയമുണ്ടായിരിക്കണം. എന്ത് നടക്കുന്നുവോ അത് നല്ലതാണ്. എന്ത് നടക്കാനിരിക്കുന്നുവോ അത് ഒന്നുകൂടി നല്ലതാണ്. എങ്കിൽ അചലവും ഇളകാത്തതുമായി ഇരിക്കും. ബാബ നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ നടന്നാലും അതിലെല്ലായ്പ്പോഴും നല്ലത് തന്നെയേ അടങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴെന്ത് സംഭവിക്കുന്നുവോ അത് നല്ലതിന് തന്നെയാണ്. ഇനി എന്ത് സംഭവിക്കാനിരിക്കുന്നുവോ അത് ഒന്നുകൂടി നല്ലതിനാണ്. ഇത് ബാബ നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളതാണ്. നാം എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രയും നമ്മൾ അചഞ്ചലവും ഇളകാത്തതും ആയിരിക്കും. ഓം ശാന്തി.